+2ൻ്റെ കൂടെ തന്നെ പഠിച്ച് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ +1 +2ൻ്റെ കൂടെ ഈ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി നമ്മളുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങിയ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ഇപ്പം ബാച്ചിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല, പഠിച്ചൊന്നും തുടങ്ങിയിട്ടില്ലാത്ത മക്കളാണെങ്കിൽ നിങ്ങൾക്ക് മിസ് പറയാൻ അത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. അതല്ല, നിങ്ങളിപ്പോൾ നീറ്റ് ബാച്ചിലായിക്കോട്ടെ അല്ലെങ്കിൽ സയൻസ് നമ്മുടെ അഗ്നി ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പറയണ്ടായിരുന്നു നിങ്ങൾക്ക് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, കുറേ ഡെപ്തിലുണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷേ ഇപ്പം തന്നെ നമ്മൾക്ക് പബ്ലിക് എക്സാമിന് തന്നെ ഇത്രയും പഠിക്കാനുണ്ട്, അപ്പോൾ ഇതിൻ്റെ കൂടെ നീറ്റ് കൂടെ വരുമ്പോൾ ഞങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അപ്പോൾ നിങ്ങളോടാണ് മിസ്സിന് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നീറ്റ് 2025ൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു 2025 നീറ്റ് പേപ്പർ കുറച്ചധികം വിവാദമായിട്ടുള്ളൊരു പേപ്പറായിരുന്നു. കാരണം അത്രയും ടഫായിട്ടുള്ളൊരു പേപ്പറായിരുന്നു. അപ്പോൾ അത്രയും ടഫായിട്ടുള്ളൊരു പേപ്പറിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ എന്ത് വന്നിട്ടുള്ളൂ, ഈ ഒരു 1000ൻ്റെ താഴെയുള്ള റാങ്കിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ പേപ്പർ എത്രത്തോളം ടഫാണെന്ന്. അപ്പോൾ എപ്പോഴും ഇതുപോലെയാണെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ പറയാൻ വന്ന പോയിന്റ് അതല്ല. അതിൽ കുറേ കുട്ടികൾ ഈ +1 +2ൻ്റെ കൂടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നീറ്റ് ക്ലിയർ ചെയ്ത് ഈ 1000ൻ്റെ ഉള്ളിൽ റാങ്ക് വന്ന മക്കളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാനത് കണ്ടതുകൊണ്ടാണ് പറയുന്നത്. അവർ 2-3 കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റിയെന്ന് എന്ന് ചോദിച്ചപ്പം അതിൽ നമുക്ക് കേൾക്കാൻ പറ്റിയൊരു ആൻസറാണ് സെൽഫ് ഡിസിപ്ലിൻ. അതായത് നമുക്കിത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ. അതിന് ഓൺലൈൻ കോച്ചിങ്ങോ ഓഫ്ലൈൻ കോച്ചിങ്ങോ ഒന്നുമില്ല. അതിന് നിങ്ങൾ ഈ സ്ഥലത്ത് തന്നെ ചെയ്യണമെന്നുമില്ല. നമ്മളുടെ ഉള്ളിലൊരു ബോധം ഉണ്ടാവണം, നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എന്താണ് വേണ്ടാത്തത്. അതിൽ വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കാനും വേണ്ട കാര്യങ്ങൾ സെലക്ട് ചെയ്ത് അതിനുവേണ്ടി ടൈം കണ്ടെത്തി ചെയ്യാനും നമുക്ക് പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. 2027 നിങ്ങൾ നീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതായത് നമ്മൾക്കിപ്പോൾ ഒരു കാര്യം ഭയങ്കരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തും. അപ്പം നിങ്ങൾക്ക് നീറ്റ് വേണം, നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഡോക്ടേഴ്സ് ആവണം അല്ലേ, ആ ഒരു വൈറ്റ് കോട്ടും ആ ഒരു സ്റ്റെതസ്കോപ്പുമാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അപ്പോൾ തുടക്കത്തിൽ പറയുമ്പോൾ എന്ത് സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചാണ് മിസ് പറയുന്നത്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾ പഠിക്കുന്നുണ്ട് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണേ. പക്ഷേ മക്കളെ, ആ ആഗ്രഹം നിങ്ങളുടെ എത്രത്തോളം ഉള്ളിലുണ്ട് അത്രത്തോളം നമുക്ക് അതിനോട് വർക്ക് ചെയ്യാനുള്ള, അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ആ ഒരു ആഗ്രഹം ഭയങ്കര കൂടുന്ന സമയത്ത് നമ്മൾക്കതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ തോന്നില്ല. ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ നമുക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം. ആ ടൈം ടേബിളിൽ നിങ്ങൾക്ക് ഒത്തിരി സമയം കിട്ടും. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും മിസ് ഇപ്പം തന്നെ പഠിച്ചിട്ട് ശരിയാവില്ല, ഇനി ക്ലാസ്സും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ബാലൻസ് ചെയ്യും. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാലും ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫ്രീ പീരീഡുകൾ ഉണ്ടാവും. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഇപ്പം നമ്മളുടെ എക്സാമിനറിൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഏരിയയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അത്രയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനിടയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനുമുള്ള സമയം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഈ 2 വർഷം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. ഓക്കെ, അതിന് നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ പൃഥ്വി ബാച്ച് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഈ പൃഥ്വി ബാച്ചിൽ നിങ്ങൾക്ക് നമ്മളുടെ അഗ്നിയുടെ ക്ലാസ്സുകൾ കിട്ടും. അതായത് NCERT ആണ് നമ്മുടെ നീറ്റിൻ്റെ ബേസിസ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ NCERTയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കവർ ചെയ്യും. ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തന്നെ നമുക്ക് പോകാൻ പറ്റും. ഇനി അതല്ല ലേണിംഗ് വീഡിയോസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഉണ്ട്. നോട്ട്സും വർക്ക്ഷീറ്റും അതുപോലെ തന്നെ PYQസും എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സാമും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നീറ്റ് ക്ലാസ്സിലേക്ക് വരുന്നത്. അവിടെ നിങ്ങൾക്ക് നീറ്റും ലൈവ് ക്ലാസ്സിലൂടെ കഴിയും. ദെൻ നമുക്ക് വർക്ക്ഷീറ്റ് ഉണ്ട്, എക്സാം ഉണ്ട്, ദെൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്ലോയിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പൃഥ്വി ബാച്ചിലൂടെ തരുന്നത്. ആ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ടാർഗറ്റ് വെച്ച് ഞാൻ ഇന്നത് ചെയ്തിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്, നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് 2027 ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ പൃഥ്വി ബാച്ചിൻ്റെ ഫീ വരുന്നത് 7,999 ആണ്. നിങ്ങൾക്ക് അഗ്നി ഉണ്ടാവും, നീറ്റും ഉണ്ടാകും, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. താല്പര്യമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് എൻ്റെ ഡ്രീമാണ്, ഈ ഡ്രീമിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വില കൊടുക്കാനും റെഡിയാണ്, എന്തിന് ചെയ്യാനും ഞാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും.
അതായത് ആ സമയത്ത് നമുക്ക് കല്യാണത്തിന് പോകണോ, ആഘോഷങ്ങൾക്ക് പോകണോ, സെലിബ്രേഷൻസ് ആണോ, പാർട്ടി ആണോ, അതൊന്നും യൂട്യൂബാണോ, ഇൻസ്റ്റാഗ്രാം, ഇതൊന്നും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യില്ല. ഇത്രയും ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ കൂടെ ഞങ്ങളുണ്ടാകും. നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. പക്ഷേ ലേറ്റ് ആവാതിരിക്കുക. ലേറ്റ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആ ഒരു കാര്യം കൂടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.